നിങ്ങൾക്ക് പലപ്പോഴായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും നമ്മുടെ മൈൻഡിലേക്ക് ഒന്നും കയറുന്നില്ല. മൈൻഡ് ഇങ്ങനെ ഫില്ലായി നിൽക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്തിലേക്കെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ അറ്റൻഷൻ പോയി പോവുക. അല്ലെങ്കിൽ എന്തെങ്കിലും പല സാധനങ്ങളും ഓർത്തെടുക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് ഇങ്ങനെ നിങ്ങൾക്ക് പല ആൾക്കാർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ പേടിക്കണ്ട. കാരണം വേറെ ഒന്നുമല്ല. 2026 ലക്ഷക്കണക്കിന് ആൾക്കാർക്കാണ് ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടല്ലടാ. ഞാൻ അതിൻ്റെ റിയാലിറ്റി നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളെ ഈ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ജീവിക്കുന്ന ആൾക്കാരെ അറ്റൻഷൻ സ്പാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് പറയുന്നുണ്ട്. അതായത് 2000, 2002 ആ ഒരു വർഷത്തിൻ്റെ ഗ്യാപ്പിൽ ഒരു മനുഷ്യൻ്റെ എക്സാക്റ്റ് അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് 12 സെക്കൻഡാണ്. അവിടുന്ന് അത് 2015 ആയപ്പോഴത്തേക്ക് 8 സെക്കൻഡായി. നിങ്ങൾക്കറിയാം ലോകത്തിലെ ഏറ്റവും കുറവ് അറ്റൻഷൻ സ്പാൻ ഉള്ളത് ഗോൾഡ് ഫിഷിനാണെന്നാണ് പറയുന്നത്. സോ 2026 ആയപ്പോഴത്തേക്കും പല റിസർച്ചുകളും പറഞ്ഞത് ഗോൾഡ് ഫിഷിനേക്കാൾ താഴത്താണ് മനുഷ്യന്മാരുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരു ബുക്ക് വായിക്കുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ബുക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ തൊട്ട് മുന്നത്തെ പേജിൽ എന്താ നമ്മൾ വായിച്ചത് മറന്നു പോകും. നമ്മൾ 3 മണിക്കൂർ ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ എന്താണ് അതിൽ കണ്ടതെന്ന് നമുക്ക് മറന്നു പോകാം. റീൽസ് ഇങ്ങനെ നമ്മൾ 100ഉം 10ഉം 20 റീൽസ് ഇങ്ങനെ കാണുന്നുണ്ട്. ബട്ട് അതിൽ നിന്ന് നമ്മൾ കുറച്ച് മുന്നേ കണ്ട റീലിൽ എന്താണ് നമ്മൾ കണ്ടതെന്ന് നമുക്ക് ഓർമ്മയില്ല. സോ ഈ ലെവലിലേക്ക് നമ്മളെ ബ്രെയിനിൻ്റെ ഫോക്കസ് ആയിക്കോട്ടെ, നമ്മളെ അറ്റൻഷൻ ആയിക്കോട്ടെ ഒക്കെ നമുക്ക് വേറെ രീതിയിലേക്ക് ആയിട്ടുണ്ട്. നമുക്ക് ക്ലിയർലി ഒന്നിലേക്കും തിങ്ക് ചെയ്യാനോ ഫോക്കസ് ചെയ്യാനോ പറ്റുന്നില്ല. സോ ഈ ഒരു വീഡിയോയുടെ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലം വരാനുള്ള റീസൺ, അതായത് നമ്മൾ ഇത്രത്തോളം അറ്റൻഷനും ഫോക്കസും പോകാനുള്ള റീസൺസ് എന്തൊക്കെയാണ്, ആ റീസൺ നമുക്ക് മാറാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സ്വിച്ചിട്ട് മലത്തി മാറുന്നല്ലേ ഞാൻ പറയുന്നത്. അത് മാറാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. കാണണമെന്ന് പറയാൻ പറ്റില്ല, കാരണം അറ്റൻഷൻ സ്പാൻ ഗോൾഡ് ഫിഷിൻ്റെ ബാക്കിലോട്ട് പോയിട്ടുണ്ടല്ലോ. സോ ട്രൈ ചെയ്ത് നോക്കുക ഒരു വീഡിയോ ഫുള്ള് കാണാൻ വേണ്ടിയിട്ട്. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് ബിഗിൻ. സോ ഫസ്റ്റ് നമുക്ക് ഈ ഒരു പ്രോബ്ലം എങ്ങനെ വന്നു എന്നുള്ളതൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ റീസൺ ആയിട്ട് പറയുന്നത് അറ്റൻഷൻ ക്രൈസിസാണ്. അതായത് നമ്മളൊരു മൊബൈൽ, നമ്മളെ ഡെയിലി ലൈഫിൽ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റുന്ന സാധനമാണ് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് അല്ലേ? നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും ഈ ഓട്ടോ പ്ലേ എന്ന് പറഞ്ഞ സംഭവം അവർ കൊണ്ടുവന്നത്? അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളത് ടച്ച് ചെയ്യില്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ മുമ്പോട്ടോ അല്ലെങ്കിൽ മുകളിലോട്ട് നിങ്ങളുടെ ടെൻഡൻസി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. സോ നമ്മളെ ഈ ഒരു നമ്മളിപ്പോൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്ലാറ്റ്ഫോംസും ഡിസൈൻ ചെയ്തിട്ടുള്ളത് തന്നെ നമുക്ക് എൻലെസ് ആയിട്ട് ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ ഒക്കെ ഷോർട്ട് വീഡിയോസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഓട്ടോ പ്ലേ ഫീച്ചേഴ്സ്. സോ ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ ഒന്നൊന്ന് അടുത്തേക്ക് നമ്മളിങ്ങനെ ചാടിക്കൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു ഷോർട്ട് കണ്ട് അല്ലെങ്കിൽ ഒരു റീൽ കണ്ട് ജമ്പ് അടുത്തേക്ക്, ഇങ്ങനെ നമ്മൾ ഒന്നൊന്ന് അടുത്തേക്ക് കണ്ടെങ്കിൽ ചാടിക്കൊണ്ട് നിൽക്കുകയാണ് ചെറിയ സെക്കൻഡ്സ് അല്ലെങ്കിൽ മിനിറ്റിനുള്ളിൽ തന്നെ. സോ ഇവിടെ നമുക്ക് കറക്റ്റ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങളൊരു സാധനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രെയിൻ അതിനോട് നിങ്ങൾ എന്താണ് കണ്ടത് ഇങ്ങനെ കറക്റ്റ് അനലൈസ് ചെയ്ത് കൊടുക്കണം. പെട്ടെന്ന് ജമ്പ് ചെയ്യാം. അപ്പോൾ അടുത്തേക്ക് എത്തി. അപ്പോൾ ബ്രെയിന് പിന്നെ ഇതിങ്ങനെ ശ്രദ്ധിക്കാൻ നോക്കും, അടുത്തേക്ക് ജമ്പ് ചെയ്യാണ്. സോ ഇങ്ങനെ നമ്മൾ ജമ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അറ്റൻഷൻ അവിടെ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താക്കുകയാണ്, ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ പ്രോബ്ലമാണ് ഇൻഫോർമേഷൻ ഓവർലോഡ്. എടാ ഞാൻ റിയാലിറ്റി പറഞ്ഞത് കേട്ടോ. അതായത് 1500 ആ ഒരു വർഷം അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാർ അവരുടെ ലൈഫ് ടൈമിൽ മൊത്തത്തിൽ അവർക്ക് അറിയുന്ന ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ അവർക്ക് ശേഖരിക്കാൻ പറ്റുന്ന ഇൻഫോർമേഷൻസ് നമുക്ക് ഇന്നത്തെ 2026 ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. സോ എവിടെ നോക്കിയാലും നമുക്ക് ഏത് രീതിയിലും നമുക്ക് ഇൻഫോർമേഷൻസ് ഇങ്ങനെ ഫില്ലായി നിൽക്കുകയാണ്. നമ്മളെ പോക്കറ്റിൽ നമ്മളൊരു ഇൻ്റർനെറ്റിൻ്റെ കൊണ്ടുവരുന്ന നടക്കുകയാണ് നമ്മളെ മൊബൈൽ ഫോൺ അല്ലേ, അല്ലെങ്കിൽ ലാപ്പ് എടുത്താൽ ലാപ്പിൽ, ടാബ് എടുത്താൽ ടാബിൽ, ടി വി തുറന്നാൽ ടി വിയിൽ, എവിടെ നോക്കിയാലും ഇൻഫോർമേഷൻസ് ഇങ്ങനെ ഫില്ലായി നിൽക്കുകയാണ്. അതിൽ റിയൽ ഏതാണ് ഫേക്ക് ഏതെന്നത് അത് വേറെ വിഷയം, അതവിടെ നിൽക്കട്ടെ. ബട്ട് ഇവിടെ നടക്കുന്നത് എന്താ, ഇൻഫോർമേഷൻസ് ഇങ്ങനെ ഫില്ലായി നിൽക്കുകയാണ്. സോ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് അറ്റ് എ ടൈം കയറുന്ന സമയത്ത് നമ്മളെ ബ്രെയിനിന് പ്രോപ്പറായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ പ്രോബ്ലം. നിങ്ങളൊരു യൂട്യൂബിൽ എന്തെങ്കിലും സംഭവം കാണുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പറ്റി ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് എത്ര വട്ടം വീഡിയോസ് കാണും, അതിൻ്റെ എത്ര വീഡിയോസ് കാണും, എത്ര ആൾക്കാരുടെ വീഡിയോസ് കാണും. കാരണം അവർ പല ആൾക്കാരും പല രീതിയിലേക്ക് അവരെ പല രീതിയിലായിരിക്കും അഭിപ്രായങ്ങൾ പറയാം. ഇതൊക്കെ നിങ്ങൾ ബ്രെയിനിലോട്ട് കയറ്റിയാണ്. സോ ഇതൊന്ന് കറക്റ്റായിട്ടൊന്ന് പ്രോസസ്സ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. ശരിക്കും ഇവിടെ എന്താ നടക്കുന്നത് അറിയോ? എക്സാക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു കേട്ടോ. നമ്മൾ ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമില്ലേ, ഇവരുടെ അടുത്ത് ഒരു സാധനമുണ്ട്, തീ പിടിച്ച് കഴിഞ്ഞാൽ വെള്ളം അടിച്ചിട്ട് ഇങ്ങനെ ക്ലിയർ ആക്കുന്ന. സോ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് ദാഹിക്കുമ്പോൾ നമ്മളൊരു ഗ്ലാസ്സിലെടുത്ത് വെള്ളം കുടിക്കുന്നതിന് പകരം ആ ഫയർ മെഷീൻ വെച്ചിട്ട് നിങ്ങളെ തൊള്ളയിലേക്ക് വെള്ളം എടുത്തിട്ട് ഫയർ ചെയ്യണമെന്ന് കുടിക്കും. എന്താണ് ഉണ്ടാവുക? നിങ്ങൾക്ക് വെള്ളം കുടിക്കാനും പറ്റില്ല. വെള്ളം ഇങ്ങനെ തോന വരുന്നുണ്ടോ, നിങ്ങൾക്ക് ആവശ്യം വെള്ളമാണ്, ബട്ട് അത് തോന വരുമ്പോൾ നിങ്ങൾക്ക് അത് കുടിക്കാനും പറ്റില്ല. മൊത്തം തെറിച്ച് നമ്മളൊന്നും ഇല്ലാണ്ടായി പോകുന്ന സിറ്റുവേഷനിലേക്കായി പോകുന്നത്. എക്സാക്ട്ലി സെയിമാണ് ഇവിടെ നടക്കുന്നത്. മൂന്നാമതാണ് ഡോപ്പമിൻ ട്രാപ്പ്. അതായത് മക്കളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ പണ്ടൊക്കെ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ദിവസങ്ങളോ അല്ലെങ്കിൽ മണിക്കൂറുകളോ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളൊരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഡോപ്പമിൻ ഹിറ്റ് ഉണ്ട്. ഓക്കെ, ഞാനത് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഡോപ്പമിൻ ഹിറ്റ് ഉണ്ട്. സോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊരു
പോസ്റ്റ് അല്ലെങ്കിൽ ഒരു റീൽ ഇട്ട് കഴിഞ്ഞാൽ അതിലൊരു ലൈക്ക് വരുമ്പോൾ, അതായത് സെക്കൻഡ്സ് കൊണ്ടാണ് ലൈക്ക് വരിക. ലൈക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഡോക്ടർ ഹിറ്റ് അടിക്കും. ഓക്കെ, ആർക്കും എൻ്റെ ഒരു സാധനം, എൻ്റെ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ഒരു കമൻറ്റ് വരുമ്പോഴത്തേക്കും ഓക്കെ, ആരോ എനിക്ക് വേണ്ടി റിയാക്ട് ചെയ്ത്. സോ ഇവിടെ സെക്കൻഡ്സ് കൊണ്ടാണ് നമുക്കൊരു ഡോക്ടർ ഹിറ്റ് അടിക്കുന്നത്. സോ മണിക്കൂറുകൾ എടുത്തിട്ട് നമുക്ക് കിട്ടേണ്ട ഒരു റിവാർഡ് സിസ്റ്റം, നമ്മളെ ബ്രെയിൻ അങ്ങനെ ഉള്ള ഒരു ബ്രെയിനിന് സെക്കൻഡ്സ് കൊണ്ട് ഇവിടേക്ക് എന്ത് വരികയാണ്, ഡോപ്പമിൻ ഹിറ്റ് വരികയാണ്. സോ അവിടെ അത് നമ്മളെ ഹോർമോൺസ് പല രീതിയിൽ ചേഞ്ചസ് ഉണ്ടാവുകയാണ്. ഇങ്ങനെ സെക്കൻഡ്സ് കൊണ്ട് ഡോപ്പമിൻ ഹിറ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് പല കാര്യത്തിലും കുറേ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളുടെ ബ്രെയിൻ ഓൾറെഡി ട്രെയിൻഡായി. എനിക്ക് പെട്ടെന്ന് ആ ഒരു സാധനം റിവാർഡ് ഇങ്ങനെ കിട്ടുന്നുള്ളതിൽ ട്രെയിൻഡായിപ്പോയി. അപ്പോൾ നിങ്ങളൊരു ബുക്ക് എടുത്ത് അതിൻ്റെ മുകളിൽ ഇരുന്ന് പഠിച്ച് അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു കാര്യത്തിന് മുകളിൽ ടൈം എടുത്ത് സ്പെൻഡ് ചെയ്ത് ചെയ്യുന്ന സംഭവത്തിനോട് നിങ്ങളെ ബ്രെയിനിന് തീരെ താല്പര്യമില്ലാത്ത സിറ്റുവേഷനിലേക്ക് എത്തുകയാണ്. സോ ഇൻസ്റ്റൻറ്റ് ഡോപ്പമിൻ ഹിറ്റ് ഇതിൻ്റെ വലിയൊരു റീസൺ ആണ്, നിങ്ങളെ ക്ലിയർലി തിങ്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ. നെക്സ്റ്റ് ആണ് കമ്പാരിസൺ ട്രാപ്പ്. നിങ്ങളെല്ലാ ആൾക്കാരും രാവിലെ എണീക്കുന്ന സമയത്ത് എന്താ ചെയ്യുക? നമ്മൾ പല ആൾക്കാരും എന്താ ചെയ്യല്, നേരെ നമ്മൾ മൊബൈൽ ഫോൺ എടുക്കും. മൊബൈൽ ഫോൺ എടുത്തിട്ട് ഫസ്റ്റ് എന്താണല്ലോ ഓട്ടോമാറ്റിക്കലി നമ്മൾ കൈ എങ്ങോട്ടാണ് പോവുക, ഇൻസ്റ്റാഗ്രാമിലേക്കാണ് പോവുക അല്ലേ? അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത് എന്തായിരിക്കും, നമ്മളെ സെയിം ഏജുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെ ചുറ്റുമുള്ള ആൾക്കാർ സ്വന്തമായിട്ട് കാർ എടുക്കുന്നത്, അവർ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരവരെ ബോഡി സെറ്റാക്കി എടുക്കുന്നത്. ഇങ്ങനെ പല സംഭവങ്ങളായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. സോ രാവിലെ തന്നെ ഇത് കാണുന്ന സമയത്ത് നമ്മൾ നമ്മളോട് സ്വയം കമ്പയർ ചെയ്യാൻ തുടങ്ങും. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തത്, എനിക്കെന്താ എൻ്റെ ലൈഫിൽ ഇതൊന്നും നേടാൻ പറ്റാത്തത്, ഞാൻ എന്താണ് ഇപ്പോഴും എൻ്റെ ആ പൊട്ട ജോബിൽ നിന്ന് നിന്നുകൊണ്ടിരിക്കുന്നത്, ഞാൻ എന്താ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാത്തത്, ഇങ്ങനെ സെൽഫിനോട് ചോദിച്ച് നമ്മൾ രാവിലെ തന്നെ ആങ്സൈറ്റി ഇങ്ങനെ കൂട്ടുകയാണ്. സോ ഇത്രയും ആങ്സൈറ്റിയോട് കൂടി നിങ്ങളൊരു ജോബിന് പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങളെ വർക്കിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് രാവിലെ കണ്ട സാധനം വരിക, ഓന് കാറെടുത്ത്, ഓൻ വീടെടുത്ത്, ഓൻ ബിസിനസ് തുടങ്ങി, ഞാൻ അപ്പോൾ ഇവിടെ ഈ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്കത് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. സോ ഇങ്ങനെയാണ് ഈ ഒരു കമ്പാരിസൺ ട്രാപ്പ് നമ്മളെ ആ ഒരു ഫോക്കസ് അല്ലെങ്കിൽ അറ്റൻഷനിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഏറ്റവും വലിയ പ്രോബ്ലമാണ് സ്ലീപ്പ് ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മൾ പല ആൾക്കാരും, ഞാനടക്കം, പ്രോപ്പറായിട്ട് ഉറങ്ങാത്തത് കാരണം നമുക്ക്, അല്ലെങ്കിൽ ഓവറായിട്ട് ഉറങ്ങിയത് കാരണം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം നമ്മളെ ബ്രെയിൻ എന്ന് പറയുന്നത് അത് നമ്മളെ ഹെൽത്ത് ആയിക്കോട്ടെ, നമ്മളെ ബ്രെയിനിലേക്ക് ഒരു ദിവസം ഒരുപാട് തോട്ട്സും ഒരുപാട് ഇൻഫർമേഷൻസ് വരുന്നത്. ഇതിനൊന്ന് പ്രോസസ്സ് ചെയ്യാൻ, ഇതിൽ നമ്മളെ ബോഡിയിൽ കയറിയിട്ടുള്ള ടോക്സിൻസ് ഒന്ന് റിലീസ് ചെയ്യാനൊക്കെ നമുക്ക് പ്രോപ്പർ സ്ലീപ്പ് അത്യാവശ്യമാണ്. സോ പ്രോപ്പർ സ്ലീപ്പ് കിട്ടാണ്ട് നമ്മൾ ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. സോ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ 8-9 മണിക്കൂർ ഉറങ്ങണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു 6-7 മണിക്കൂർ ഉറങ്ങുകയാണെങ്കിൽ അത് കറക്റ്റ് ടൈമിൽ നിങ്ങൾ എന്താക്കുക, ഫിക്സ് ചെയ്തിട്ട് ഉറങ്ങാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുക. ഇനി ഈ ഒരു പ്രോബ്ലംസ് ഒന്നും എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി, അറ്റൻഷൻ, ഫോക്കസ് ഒക്കെ നമുക്ക് എങ്ങനെ കൂട്ടാം, അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സ്വിച്ച് ഇട്ട പോലെ മാറുമെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഇത് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, സോ ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ എല്ലാ ഗാഡ്ജറ്റ്സിൽ നിന്നും നിങ്ങളെ അറ്റൻഷനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, നമ്മളെ ടാബ് ആയിക്കോട്ടെ, വാച്ച് ആയിക്കോട്ടെ, ഇപ്പോൾ നമുക്ക് സ്മാർട്ട് വാച്ചസ് ഉണ്ട്, ഇപ്പോൾ ഇതിനൊക്കെ ആയിക്കോട്ടെ, ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അതിലേക്ക് കൊണ്ടുപോകുന്ന സാധനം എന്താ നിങ്ങൾക്കറിയാം, എന്താണ്? നോട്ടിഫിക്കേഷൻസ്. നമ്മൾ ചിലപ്പോൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടൊക്കെയായിരിക്കും, അപ്പോഴായിരിക്കും ടിങ് എന്നിട്ട് നോട്ടിഫിക്കേഷൻ വരിക. ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, യൂട്യൂബ്, ഗൂഗിൾ പേ ഒക്കെ സൗണ്ടൊക്കെ കൊണ്ട് സന്തോഷമാണ് അല്ലേ? സോ ഇങ്ങനത്തെ ഓരോ നോട്ടിഫിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് പോയി പോകും. മൊബൈൽ ഫോൺ എടുത്താൽ നമുക്കറിയാം ആ ആൽഗോരിതം നമ്മൾ എന്താക്കും, അതിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ തന്നെ നമ്മളെ യൂസ്ഡ് ആയി കൊണ്ട് നിൽക്കുകയാണ് ചെയ്യുക. സോ നമ്മളെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ഓഫാക്കിയാൽ തന്നെ നമുക്ക് നമ്മളെ അറ്റൻഷൻ ഈ ഗാഡ്ജറ്റ്സ് എന്നൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇൻഫോർമേഷൻ ഇൻടേക്ക് നിങ്ങൾ ലിമിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതായത് നിങ്ങളൊരു കാര്യത്തിനെ പറ്റി ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ 100 ആൾക്കാരോട് ചോദിക്കുന്നത് നിർത്തുക. അല്ലെങ്കിൽ നിങ്ങളൊരു സ്പെസിഫിക് ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഓൺലൈനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് 100 ആൾക്കാരിൽ നിന്ന് കാണുന്നത് നിർത്തുക. ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ ആ ടോപ്പിക്കിൽ ഏറ്റവും എക്സ്പേർട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന 1, 2, 3 ആൾക്കാരെ മാത്രം നിങ്ങളെ ഇൻഫർമേഷൻ റിസോഴ്സായിട്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എടുക്കുന്ന ഒരു സ്ഥലമായിട്ട് അവിടെ വെക്കുക. കുറേ ആൾക്കാരിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏതാ റൈറ്റ് എന്നുള്ളത് നമ്മളെ ബ്രെയിനിന് മനസ്സിലാവില്ല, പ്രോസസ്സ് ചെയ്യാൻ കഴിയില്ല. സോ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട സാധനമാണ്, കുറേ എല്ലാ സ്ഥലത്തും എടുക്കാൻ പാടില്ല. ഓക്കെ, സോ അത് നിങ്ങൾ എന്താക്കുക, രണ്ടാമതായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത്തത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് പ്രാക്ടീസ് ഡീപ്പ് വർക്ക്. ഞാനിപ്പോൾ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നൊരു സംഭവം ഇതാണ്. അത് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയത്ത് നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക് അല്ലെങ്കിൽ സ്പെസിഫിക് ടാസ്ക് എടുക്കുക. എന്നിട്ട് നിങ്ങളെ എല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റി വെച്ചിട്ട് അതിന് വേണ്ടി നിങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യുക. അത് തീരുന്നവരെ അവിടെ നിന്ന് എണീക്കാമെന്ന് ഉറപ്പിച്ച് അത് ഇരുന്ന് വർക്കൗട്ട് ചെയ്യുക, അത് ചെയ്യുക, അത് തീർക്കുക, ആ ടാസ്ക് തീർക്കുക. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഡോപ്പമിൻ ഹിറ്റ് ഉണ്ട്. അതാണ് റിയൽ ഡോപ്പമിൻ ഹിറ്റ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ ബ്രെയിനിന് റിയൽ ഡോപ്പമിൻ എന്താണ്, റിയൽ ഡോപ്പമിൻ ഹിറ്റ് എന്താണെന്ന് മനസ്സിലാവും. സോ നിങ്ങൾ 4-5 മണിക്കൂർ ടാസ്കിലേക്ക് സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് പറ്റില്ല. ആദ്യം എന്താക്കുക, ചെറിയതെടുക്കുക, ചെറിയ ടാസ്ക് എടുത്തിട്ട് ആ ചെറിയ ടാസ്ക് നിങ്ങൾ തീർക്കുക.
ഒരു 30 മിനിറ്റ് നിങ്ങൾ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യും. നിങ്ങളെ ഫോക്കസ് പോവും, കുഴപ്പമില്ല, തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്ത് നോക്ക്, നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നല്ല രസമാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ ടാസ്ക് കൊണ്ട് കംപ്ലീറ്റ്. അത് നിങ്ങൾ വലിയൊരു കാര്യം ചെയ്യണില്ല, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് നിങ്ങളെ വണ്ടി കഴുകാം, അല്ലെങ്കിൽ നിങ്ങൾ റൂം വൃത്തിയാക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തും ചെയ്യാം. വേണമെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സസ് മൊത്തം ഇസ്തിരിട്ടാക്കാം. ആ ഒരു ടാസ്ക്കാണല്ലേ. അപ്പോൾ അത് മൊത്തം ചെയ്ത് തീർക്കാൻ കുറച്ച് ടൈം എടുക്കും. അത് ചെയ്ത് തീർക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മളെ ഹെൽത്ത് ആൻഡ് സ്ലീപ്പ് പ്രോപ്പർ ആക്കുക എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോബ്ലമാണ് ഹെൽത്ത് ആൻഡ് സ്ലീപ്പ് പ്രോപ്പർ അല്ലാത്തതിനെ കൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലം വരുന്നത് എന്നുള്ളത്. സോ ഹെൽത്ത് ആൻഡ് സ്ലീപ്പ് എന്താക്കുക, പ്രോപ്പർ ആക്കുക, കറക്റ്റ് ഒരു ടൈം കാര്യങ്ങളൊക്കെ എന്താക്കുക നിങ്ങൾ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും ഫൈനലായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നൊരു സംഭവമാണ്. ഇത് നല്ല രസമാണ്. അതായത് നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഡെയിലി ഒന്നെങ്കിൽ രാവിലെ, ഏറ്റവും ബെസ്റ്റ് രാവിലെയാണ്, അല്ലെങ്കിൽ രാത്രി നിങ്ങൾ എന്താക്കുക, ഒരു ബുക്ക് എടുക്കുക. ഒരു ബുക്ക് ഒരു പെന്നും എടുത്തിട്ട് നിങ്ങൾ എന്താക്കുക, എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ ഫോണൊന്നും മേലെ എടുത്ത് വരുത്, ഫോണൊന്നും എടുക്കാണ്ട് നിങ്ങൾ എന്താക്കുക, ഇതിങ്ങനെ എടുത്തിട്ട് നേരെ പോയിട്ട് എന്താക്കുക, നിങ്ങൾ അവിടെ ഇരിക്കുക, ഇത് പെന്നെടുത്തിട്ട് എഴുതാൻ തുടങ്ങുക. എന്താണ് കഥ എഴുതാനല്ലേ ഞാൻ പറയുന്നത്. നിങ്ങളെ മൈൻഡിൽ അപ്പോൾ എന്താണോ വരുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെയാണോ മൈൻഡിൽ തോന്നുന്നത്, അത് ജസ്റ്റ് എഴുതുക. സോ നിങ്ങളെ മൈൻഡിനെ ഒന്ന് റിഫ്രഷ് ചെയ്യുകയാണ് അവിടെ. നിങ്ങളെ മൈൻഡിനെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ചെയ്യുന്ന അവിടെ. സോ ഇത് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു ചേഞ്ച് എന്താക്കാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റും. സോ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ആലോചിക്കുക. ഇത് നിങ്ങളെ മാത്രം അല്ലെങ്കിൽ നമ്മളെ മാത്രം പ്രശ്നമല്ല, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുടെ പ്രശ്നമാണ്. അത് നമ്മൾ കാരണം ഉണ്ടായ പ്രശ്നമല്ല. നമ്മൾ കാരണമാണോ എന്ന് വെച്ചാലാണ്, ബട്ട് ഫുള്ളി നമ്മൾ കാരണം എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, നമുക്ക് ഡെയിലി ലൈഫിൽ എന്തായാലും വേണ്ടി ഈ ഗാഡ്ജറ്റ്സ്, ഈ മൊബൈൽ ഫോണൊക്കെ അങ്ങനെയാണ് നമ്മളെ ട്രെയിൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയാണ് എല്ലാ ആപ്ലിക്കേഷൻസൊക്കെ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളതിൽ യൂസ് ചെയ്യുമ്പോൾ അതിലേക്ക് ആയിപ്പോവും. ഓക്കെ, അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, സ്വിച്ച് ഇട്ട പോലെ മാറുന്നല്ല ഞാൻ പറഞ്ഞത്, മെല്ലെ മെല്ലെ നിങ്ങൾക്ക് അതിലേക്ക് എന്താക്കാൻ പറ്റും, മാറി വരാൻ പറ്റും. അപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം, ഒരു ചലഞ്ചായിട്ട് തരികയാണ്. നിങ്ങൾ ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടോ എന്തോ ഒന്നും എനിക്കറിയില്ല. ഒരു ഫുള്ള് കണ്ടിട്ട് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോൻ്റെ താഴത്തൊരു കമൻറ്റ് ചെയ്യുക, ഐ എം റെഡി, അല്ലെങ്കിൽ ഐ എം അക്സെപ്റ്റിംഗ് ദി ചലഞ്ച്, അങ്ങനെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടാം. എന്നിട്ടൊരു 3 ആഴ്ച ഞാൻ ഈ പറഞ്ഞ കറക്റ്റ് പ്രോബ്ലംസ് എന്താണെന്നുള്ളത് അനലൈസ് ചെയ്യുക, അതിൻ്റെ സൊല്യൂഷൻസ് കാര്യങ്ങളൊന്ന് ലൈഫിൽ ട്രൈ ചെയ്ത് നോക്കുക. 3 വീക്ക് അല്ലെങ്കിൽ 4 വീക്ക് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാവും. സോ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു ചേഞ്ച് നിങ്ങൾ വന്ന് ചെയ്ത ആ കമൻറ്റിൻ്റെ താഴത്ത് ഒന്നും കൂടി എഴുതാം. ഓക്കെ, സോ ഇത് ഭാവിയിൽ കാണുന്ന ആൾക്കാർക്ക് എന്തായാലും ഹെൽപ്പ് ആവുമെന്ന് വിചാരിക്കുകയാണ്. സോ എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്കൊരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ട്, ഇൻഫോർമേറ്റീവ് ആണ്, അല്ലെങ്കിൽ നല്ലതാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മളെ ചാനലിലൊരു ആവശ്യമില്ലാത്ത വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല. ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും ഉണ്ടാവുക. സോ നിങ്ങൾക്ക് അതുപോലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ